ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഡോറ കേക്കാണ് കേട്ടോ. കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവമാണ് ഈ ഡോറ കേക്ക്. എന്ന് ഡോറിമോൻ കാണാൻ തുടങ്ങുന്നു അന്ന് മുതൽ ടുട്ടു പറയാൻ തുടങ്ങുന്നതാണ് ഡോറ കേക്കിൻ്റെ കാര്യം. പക്ഷേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ മാറുന്ന വരെ ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ ഷെയ്ഡ് മാറി ഒരു വൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുമ്പോൾ മാത്രമേ ആ ഒരു സ്മെല്ല് നമുക്ക് മാറ്റി കിട്ടുകയുള്ളൂ. പിന്നെ അല്പം പൊടിച്ച പഞ്ചസാര, അല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ്. ഇപ്പോൾ 1 കപ്പ് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നേർ പകുതി പഞ്ചസാര എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം ഏലക്ക പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. വാനില എസൻസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയുക, റാഗിയുടെ പൊടി വെച്ചിട്ട് അതിൻ്റെ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. പിന്നെ അതാണ്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ട ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഒരുപാട് ടൈറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ അത് 1/2 കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തു. അപ്പോൾ 1/2 കപ്പ് പോരാ, വീണ്ടും ഞാൻ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാലും 2 മുട്ടയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കപ്പ് പഞ്ചസാരയും പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കുക, അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. വലുപ്പമൊക്കെ നിങ്ങൾ നിശ്ചയിച്ചുള്ള വലുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ കോരി ഒഴിക്കുക. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റ്. കണ്ടില്ലേ? ഇനി നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡില്ലേ, അതങ്ങോട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുക. അവർ പെട്ടെന്ന് അങ്ങ് കഴിച്ചോളൂ കേട്ടോ. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ ഇത്രയും സ്പീഡ് ഉണ്ടാവില്ല, പക്ഷേ ഇതുണ്ടല്ലോ മിനിറ്റുകൾക്കുള്ളിൽ അവരകത്താക്കിക്കോളുവേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരിക്കാം ഒരുപക്ഷെ, എങ്കിലും ഞാൻ വിചാരിക്കും കിടക്കട്ടെ എന്ന് വിചാരെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോറ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതീ പറഞ്ഞതുപോലെ മുട്ട ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്ക്, ഇവിടെ ഉള്ളവരൊന്നും മുട്ട കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അവർ എഗ്ലെസ് ആയിട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും തൈരൊക്കെ ചേർക്കും ചിലവർ കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത്രയുള്ള സംഭവം. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുമ്പോഴും നമ്മളുണ്ടാക്കി മടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് വല്ലതും കഴിക്കുകയും വേണം, വായിക്ക് രുചിയായിട്ട്. എന്നാൽ ഉണ്ടാക്കാനും വയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.